ഒരു ഹെലികോപ്റ്റർ അവിടെ ഇറങ്ങുന്നുണ്ട്. ഇതെവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ? ഇത് ഇപ്പോൾ കുറച്ച് നേരത്തെ ഉള്ള ദൃശ്യങ്ങളാണെന്ന് തോന്നുന്നു. ഹെലികോപ്റ്റർ അങ്ങോട്ടേക്ക് എന്തോ സംവിധാനം, ഇത് ചാലിയാർ പുഴയോരത്ത് ഉണ്ടായിരുന്ന ദൃശ്യങ്ങളാണെന്നാണ് തോന്നുന്നത്. അവിടെയും ഇതുപോലെ ഹെലികോപ്റ്റർ ആകാശ നിരീക്ഷണമൊക്കെ നടത്തിയിരുന്നു അതിൻ്റെ ക്രിസ് ക്രോസ് മേഖലകളിൽ. അതാ ഇവിടെ അവിടെ പാറയിലേക്ക് രക്ഷാ പ്രവർത്തകർ അങ്ങോട്ട് എയർ ഡ്രോപ്പ് ചെയ്യുന്ന കാഴ്ച പ്രേക്ഷകർ കാണുകയാണ്. ഇതെപ്പോഴുള്ള ദൃശ്യമാണ്, ഇതെവിടെയാണെന്ന് അല്പസമയത്തിനകം അറിയാൻ കഴിയും. രക്ഷാദൗത്യ പ്രവർത്തകരെ കൊണ്ട്, സൈനികരെ കൊണ്ട് ഏതോ രക്ഷാദൗത്യ മേഖലയിൽ എയർ ഡ്രോപ്പ് ചെയ്ത ദൃശ്യങ്ങളാണിത്. ഇതിപ്പോൾ വന്ന ദൃശ്യങ്ങൾ, ഇപ്പോൾ വരുന്ന ദൃശ്യങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ലൈവ് ദൃശ്യങ്ങളല്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഏതോ മേഖലയിൽ രക്ഷാപ്രവർത്തകരെ എത്തിച്ച് അവരെ രക്ഷാപ്രവർത്തകർ മടങ്ങുന്ന വ്യോമസേനയുടെ, ഇന്ത്യൻ വായുസേനയുടെ ഹെലികോപ്റ്ററാണ് ഇത്. എസ് വിജയകുമാർ ചോദിച്ചു. വിജയകുമാർ, നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ദൃശ്യങ്ങൾ ഒരു ഹെലികോപ്റ്ററിൽ സൈനികരെ എയർ ഡ്രോപ്പ് ചെയ്യുന്നതാണ്. എന്താണ് ഒരു കൂട, ഒരു തൊട്ടിൽ എന്നൊക്കെ പറയുന്ന ഒരു സംവിധാനത്തെ താഴേക്ക് ഇറക്കി വെക്കുന്നതും അവിടെയുള്ള കുറച്ച് സൈനികരെ കൊണ്ട് പറക്കുന്നതുമാണ്. ഇത് എവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണെന്ന് അറിയാമോ വിജയകുമാർ? ഇല്ല കാശ്മി, ഞാൻ നിൽക്കുന്നത് ചൂരൽമലയിലാണ്. ഇവിടെ അത്തരം ഒരു ദൃശ്യമില്ല. ഹെലികോപ്റ്റർ ഇവിടെ ഈ ഭാഗത്തുകൂടി 2 തവണ നിരീക്ഷണ പറക്കൽ നടത്തി പോയിരുന്നു. പക്ഷെ ഇവിടെ ആരെയും ഇവിടെ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ഏതെങ്കിലും സൈനികരെയോ രക്ഷാപ്രവർത്തകരെയോ ഇവിടെ ഇറക്കുന്ന ഒരു ദൃശ്യം ഇവിടെ ഇല്ല. ഇനി മറ്റേതെങ്കിലും ദൗത്യ മേഖലയിലാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ 2 തവണ ഇതുവഴി ഒരു നിരീക്ഷണം നടത്തി മടങ്ങിയിരുന്നു. ഏതെങ്കിലും സ്ഥലത്തേക്ക് ഇനിയും രക്ഷാപ്രവർത്തകരെ, സൈനികരെ വ്യോമസേന ഇറക്കുന്നുണ്ടോ എന്നറിയില്ല. അല്പസമയത്തിനകം അത് എവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് എന്ന് സ്ഥിരീകരിച്ച് പറയാൻ കഴിയും. ഇവിടെ തൽക്കാലം ഒരു നിരീക്ഷണം നടത്തി ഇവിടെ നിന്ന് മടങ്ങിയിരുന്നു. പക്ഷെ അന്തരീക്ഷത്തിൽ ഹെലികോപ്റ്റർ ഉണ്ട്, എനിക്കതിന്റെ ശബ്ദം കേൾക്കാം. പക്ഷെ അത് ഇവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അത് ആളുകളെ ഇറക്കുന്നതിന്റെ ഒരു സൂചനയും ഞാൻ കാണുന്നില്ല. നമ്മളൊരു ഡ്രോൺ നിരീക്ഷണത്തിൽ, നമ്മൾ നടത്തിയ നിരീക്ഷണത്തിലും അത് ആ ഹെലികോപ്റ്റർ കണ്ടെത്തിയിട്ടില്ല. അത് നമ്മളുടെ പശ്ചാത്തലത്തിലൂടെ കടന്നുപോയിരുന്നു 2 തവണ. ആ സമയത്ത് അതിന്റെ ലൈവ് വിഷ്വൽ നമ്മൾ നൽകുകയും ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ എവിടെയെങ്കിലും ആളുകളെ ഇറക്കുന്നതായി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അത് കിട്ടുന്ന മുറയ്ക്ക് ഞാൻ അതിന്റെ വിവരങ്ങൾ അറിയിക്കാം. ഇവിടെ ഇപ്പോൾ ഈ തെരച്ചിൽ നടത്തുന്നുണ്ട്. ഇവിടെ ആർമി ഉദ്യോഗസ്ഥരുണ്ട്. അതുപോലെ തന്നെ ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന കേരള ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരുണ്ട്. അവര് ഇവിടെ നാശമായി, അതായത് ഇടിഞ്ഞു വീഴാറായി നിൽക്കുന്ന കെട്ടിടങ്ങളുണ്ട്. ചൂരൽമലയുടെ ഒരു ഭാഗത്തെ അങ്ങാടിയിലെ മുഴുവൻ കെട്ടിടങ്ങളും ഏതാണ്ട് ദുർബലാവസ്ഥയിലാണ്. ആ കെട്ടിടങ്ങളെ മാറ്റാൻ വേണ്ടി, അതായത് ആ കെട്ടിടങ്ങളെ അത് ദുർബലമായിരിക്കുന്നതിനെ പൊളിച്ച് അവിടെ രക്ഷാപ്രവർത്തകർക്ക് എത്താൻ പറ്റുന്ന തരത്തിലേക്ക് വഴിയൊരുക്കുന്നുണ്ട്. ഒപ്പം ആ പുഴയുടെ തീരത്ത് വ്യാപകമായ തെരച്ചിൽ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെയും ഇന്നുമൊക്കെയായി അവിടെ നിന്ന് മൃതദേഹം കണ്ടെത്തുന്നുണ്ട്. അവിടെ കാണാനുണ്ടായിരുന്നത് നിരവധി പേരാണ്. 20-25 പേരെ ആ ഭാഗത്ത് മാത്രം കാണാനില്ല എന്നാണ് പ്രാഥമിക കണക്ക്. ആ കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 2 ദിവസമായി അവിടെ തെരച്ചിൽ നടത്തുന്നത്. ആ തെരച്ചിലിൽ കുറെ വിവരങ്ങൾ എന്ന് വെച്ചാൽ അവിടെ ആളുകൾ ക്യാമ്പുകളിലില്ല, ആശുപത്രിയിൽ ചികിത്സയിലില്ല, അത്തരം വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തെരച്ചിലിൽ ഇന്നലെയും ഇന്നുമായി ഏതാണ്ട് 4-5 മൃതദേഹം ഈ ഭാഗത്തുനിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അത് പുഴയിലേക്ക് ഒഴുകി പോയിട്ടുണ്ടോ എന്നറിയാനായി പുഴയുടെ തീരത്ത് 2 ആൾ പൊക്കത്തിലൊക്കെയാണ് ചെളി നിറഞ്ഞിരിക്കുന്ന പല ഭാഗത്തും. ആ ചെളി മുഴുവൻ നീക്കി പരിശോധന നടത്തുകയാണ് ഇപ്പോൾ. 3-4 JCB-കൾ ഒരേ സമയം, വലിയ മെഷീനുകൾ ഒരേ സമയം ആ പുഴയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി അവരുടെ ആ മെഷീന്റെ യന്ത്രക്കൈകളുടെ സഹായത്തോടെ മണ്ണ് കരയിലേക്ക് ഇട്ട് തെരച്ചിൽ നടത്തുന്നുണ്ട്. ഈ നാട്ടുകാർ നൽകുന്ന വിവരങ്ങൾ ഇപ്പോൾ ഇന്ന് കൊണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഇവിടെ നിന്ന് പോകുന്ന ദൗത്യ സംഘം, അതായത് 40 പേരടങ്ങുന്ന 6 ദൗത്യ സംഘം ഇവിടുന്ന് പോകുന്നതിൽ എല്ലാ സംഘത്തോടൊപ്പവും ഈ പ്രദേശവാസികളായ ആളുകൾ, അതായത് ഇപ്പോൾ ചൂരൽമലയിലാണെങ്കിൽ അവിടെ ഉള്ളയാള്, മുണ്ടക്കയിലാണെങ്കിൽ അവിടെ ഉള്ളയാള്, പുഞ്ചിരിമട്ടിലാണെങ്കിൽ അവിടെ ഉള്ള ഒരാള്, അങ്ങനെ അട്ടമലയിലാണെങ്കിൽ അവിടെ പരിചയമുള്ള ഒരാൾ, അങ്ങനെ ആ പരിചയമുള്ള പ്രാദേശികമായി ഇത് അറിയാവുന്ന ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തെരച്ചിൽ സംഘമാണ് അവിടെ ഈ നേതൃത്വം നൽകുന്നത്. ആ പ്രദേശവാസികൾ കൂടി ആ സംഘത്തിലുണ്ടാകും. അതുകൊണ്ട് അവരുടെ സഹായം കൂടി ഈ തെരച്ചിൽ ദൗത്യ സംഘത്തിൽ ലഭിക്കും. അതായത് ചുരുക്കത്തിൽ ഇങ്ങനെയാണ്. അപ്പൊ അവിടെ ഒരു വീടുണ്ടായിരുന്നു, ഇവിടെ ഒരു ആൾതാമസം ഉണ്ടായിരുന്നു, ഇവിടെ ഒരു എസ്റ്റേറ്റിലെ പാടി ഉണ്ടായിരുന്നു, അല്ലെ ഇവിടെ ഒരു
ജീവനക്കാരുടെ എസ്റ്റേറ്റ് മാനേജറുടെ ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നു. ആശുപത്രിയോ ആരാധനാലയമോ സ്കൂളോ പള്ളിയോ മോസ്കോ അമ്പലമോ ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റുന്ന ആ പ്രദേശവാസികൾക്കാണ്. അപ്പൊ അവരെ കൂടി ചേർത്തിട്ടാണ് ഇപ്പോൾ തെരച്ചിൽ സംഘം ഇവിടെ ഇന്ന് രാവിലെ ഏതാണ്ട് 6 മണി മുതൽ പോയിരിക്കുന്നത്. അത് കുറെ കൂടി കുറെ കൂടി ഫലപ്രദമാണ് അത്തരം ഒരു തെരച്ചിൽ എനിക്ക് തോന്നുന്നു. കാരണം ആ ഭാഗത്ത് ഇപ്പോൾ ഇപ്പൊ മുണ്ടക്കൈയിലോ ഒക്കെ പോയാൽ നമുക്കറിയാം, അട്ടമലയിലൊക്കെ പോകുമ്പോഴറിയാം, അത് വിശാലമായ ഭൂപ്രദേശമാണ്. ആ വിശാലമായ ഭൂപ്രദേശത്തിൽ എവിടെയാണ് തിരയേണ്ടതെന്ന് ഒരു ഐഡിയയും ഇപ്പോൾ പുതുതായി അവിടേക്ക് പോകുന്ന ദൗത്യ സംഘാംഗങ്ങൾക്ക് ഉണ്ടാവില്ല. ആർമിയെ സംബന്ധിച്ച് ഈ യന്ത്രങ്ങൾക്ക് അവരുടെ അതിന്റെ സഹായത്തിൽ അവർ തെരച്ചിൽ നടത്തുമെങ്കിലും വിശാലമായ ഭൂപ്രദേശത്ത് ആകെ തെരച്ചിൽ നടത്തുക എന്ന് പറയുന്നത് പ്രായോഗികവുമല്ല. അപ്പോൾ ഇവിടെയായിരുന്നു 10 വീടുകൾ ഉണ്ടായിരുന്നത്, ഇവിടെയായിരുന്നു ഒരു എസ്റ്റേറ്റ് മാനേജറുടെ ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നത്, ഇവിടെയായിരുന്നു ഒരു പാടി ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ അവിടേക്ക് ആ തെരച്ചിൽ ഫോക്കസ് ചെയ്യാൻ കഴിയും. അങ്ങനെ കുറെ കൂടി ഫോക്കസ്ഡ് ആയ എന്ന് വെച്ചാൽ കേന്ദ്രീകരിച്ചിട്ടുള്ള തെരച്ചിലാണ് നടക്കുന്നത്. അതുകൊണ്ട് അതിന് റിസൾട്ട് ഉണ്ടാകുന്നുണ്ട്. എന്ന് വെച്ചാൽ അവിടുന്ന് നമുക്ക് ജീവനറ്റ ശരീരങ്ങൾ കണ്ടെത്താൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ തെരച്ചിൽ നടത്തുന്നത് കുറെ കൂടി കൃത്യത അതിലുണ്ട് എന്നതാണ് ഈ പകൽ നമുക്ക് നൽകുന്ന ഒരു വിവരം. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഈ JCB ഒരു പ്രദേശത്ത്, അതായത് ഈ ചൂരൽമലയിൽ ഒരു ഭാഗത്ത് ഇടിഞ്ഞു നിന്ന ഒരു കെട്ടിടം അടക്കം മാറ്റിയിട്ട് അവിടെ തെരച്ചിൽ നടത്തുകയാണ്. ഞാൻ ഈ പറഞ്ഞ സ്ഥലത്താണ് കൃത്യമായി 3-4 വീടുകൾ ഇടിഞ്ഞ് താഴേക്ക് വന്ന ഒരു സ്ഥലമാണത്. അതിന്റെ മുകൾ ഭാഗത്ത് നിന്ന് ഇന്നലെ ചേതനയേറ്റ ശരീരം കണ്ടെത്തിയിരുന്നു. അവിടെ കൂടുതൽ ആളുകൾ, അവിടെ ഒരു വീടാണ്, അവിടെ കൂടുതൽ ആളുകൾ അകപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെയാണ്. ഒന്നിലധികം വീടുകൾ ഇടിഞ്ഞ് ഇതേ സ്ഥലത്ത് വന്നതാണ്. അവിടെ കൂടുതൽ ആളുകൾ അകപ്പെട്ടിട്ടുണ്ടെന്നാണ് കരുതുന്നത്. അതുകൊണ്ടാണ് അവിടെ വീണ്ടും ഇത് വ്യക്തമാണ്. ചെളിക്കുണ്ട് പോലെ ആയിരിക്കും, ചെളിക്കൂനയാണ്. എല്ലാ സ്ഥലങ്ങളിലും ചെളിക്കൂനയും പാറകളും മാത്രമാണ്. ആ ടെറൈൻ എത്രത്തോളം ദുഷ്കരമാണ്, എത്രത്തോളം അവിടെ നിൽക്കുന്ന മാധ്യമപ്രവർത്തകർക്കാവട്ടെ രക്ഷാദൗത്യം നടത്തുന്നവർക്കാവട്ടെ ഈ ടെറൈൻ എത്രത്തോളം ദുഷ്കരമാണെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണിത്. അവിടെ കാലുകുത്തിയാൽ അരയോളം അങ്ങ് ആണ്ടുപോകുന്ന രീതിയിലുള്ള പക്ക ചെളിക്കൂനയാണ് അവിടെയാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഈ മേഖലയിലൊക്കെ മൃതശരീരങ്ങൾ കണ്ട പ്രദേശമാണ്. വീടുകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്നിപ്പോൾ രക്ഷാദൗത്യം കുറച്ചുകൂടി ആക്റ്റീവ് ആവാനുള്ള കാരണം 40 അംഗ ദൗത്യ സംഘത്തിലും എന്നാൽ 6 സോണുകളായി തിരിച്ച് ഓരോ ടീമിലും 40 അംഗങ്ങൾ വീതം NDRFിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഒക്കെ ടീമുകൾ വീതമാണ് ഇപ്പോൾ പോകുന്നത്. ആ ദൗത്യ സംഘത്തിൽ അതത് മേഖലകളിലെ 3-4 പേർ വീതമൊക്കെ ഉണ്ട്. അപ്പോൾ അവർ കൃത്യമായി അറിയാം ഇന്ന സ്ഥലങ്ങളിൽ ഇന്ന വീടുണ്ടായിരുന്നു, ഇന്ന ഓഫീസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്ന കടയുണ്ടായിരുന്നു, ഇന്ന ആളുടെ വീട് ഇവിടെയാണെന്ന് കൃത്യമായി തിട്ടമുള്ള ആളുകളാണ്. അപ്പോൾ അവരെ കൊണ്ടുപോകുന്ന നേരത്തെ ഒരു ക്യാമ്പിൽ നിൽക്കുമ്പോൾ ഒരാൾ ശ്രീകാന്തിനോടാണെന്ന് തോന്നുന്നു നേരത്തെ പറയുന്നുണ്ടായിരുന്നു ഇത്തരത്തിൽ ആളുകളെ കൊണ്ടുപോകണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആളുകളെ കൊണ്ടുപോകുന്നതിൻ്റെ ഗുണം ഇന്ന് കിട്ടുന്നുണ്ട് എന്ന് തന്നെയാണ് വളരെ വ്യക്തമാകുന്നത്. പക്ഷേ അപ്പോഴും വല്ലാത്ത ആശങ്കയാവുന്നത് 4-ാം നാളും മൃതദേഹങ്ങൾ കിട്ടുകയാണ്. പല സ്ഥലങ്ങളിൽ നിന്ന് മൃതദേഹങ്ങൾ നോക്കുന്നിടത്തൊക്കെ മൃതദേഹങ്ങൾ കിട്ടുന്നൊരു സാഹചര്യം 4-ാം നാളുമുണ്ട്, തെരച്ചിലിന് 4-ാം നാളുമുണ്ട്. അപ്പോൾ എത്രത്തോളം ദിവസം ഈ തെരച്ചിലിന് തുടരാൻ കഴിയും എന്നൊരു പ്രശ്നമുണ്ട്. ഇത് മനുഷ്യ ശരീരമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എത്ര കാലം നീണ്ടു നിൽക്കും എന്നൊരു പ്രശ്നമുണ്ട്. മാത്രമല്ല കാണാതായവരുടെ എണ്ണം ഇപ്പോഴും അതിൽ കാര്യമായ കുറവ് വരുന്നില്ലെന്ന് മാത്രമല്ല പ്രദേശവാസികൾ പിന്നെയും ആശങ്ക പ്രകടിപ്പിക്കുകയാണ്. അതിൽ കൂടുതലുണ്ട്, സർക്കാർ പറയുന്ന ഈ കണക്കിലേക്കാൾ ഒരുപാട് കൂടുതലുണ്ട് എന്ന് പറയുകയാണ്. 4-ാം ദിവസവും കൂടുതൽ മൃതദേഹങ്ങൾ കിട്ടുന്നു, കൂടുതൽ ശരീരഭാഗങ്ങൾ കിട്ടുന്നു. 100-ലധികം ശരീരഭാഗങ്ങൾ ഇതിനോടകം കിട്ടുന്നുണ്ട്. അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പുരോഗമിക്കുകയൊക്കെയാണ്. അപ്പോൾ ഏതേത് മേഖലകളിൽ എവിടെയൊക്കെ ആരൊക്കെ എങ്ങനെയാണ് കിടക്കുന്നത്, ആരെങ്കിലും ജീവനോടെ ഉണ്ടോ? നേരത്തെ പറയുന്നത് പോലെ ഒരു സ്ഥലത്ത് 4 പേരെ 4-ാം ദിവസം അവിടുന്ന് റെസ്ക്യൂ ചെയ്തതുപോലെ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ ഒരു കുടുങ്ങിക്കിടക്കുക എന്നർത്ഥം ആ രക്ഷിച്ചവരെ കുറിച്ച് പറയാൻ കഴിയുമോ എന്നറിയില്ല. അവരോട് നേരത്തെ ഫയർഫോഴ്സ് സംഘം പോയി മാറണം എന്നൊക്കെ ആവശ്യപ്പെട്ടു. പക്ഷേ അവർക്ക് ഒരുപാട് വളർത്തുമൃഗങ്ങളൊക്കെ ഉള്ളത് കാരണം അത് വിട്ടുവരാൻ കഴിയില്ല എന്ന് പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. അതല്ലാതെ ഫോൺ വിളിക്കാൻ സൗകര്യമില്ലാതെ അവിടുന്ന് ഓടി മാറിയ കൂട്ടത്തിൽ എവിടെയെങ്കിലും മിസ്സായി പോയിട്ടുള്ള ആളുകളുണ്ടോ എന്നൊക്കെയുള്ള തീവ്രമായ പരിശോധനയുള്ള സമയം